തെളിയിക്കുന്നതിനായി അവർ പല രീതിയിലും ചോദ്യം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവർ വാനരനോട് രാമന്റെ ക്ഷേമത്തെപ്പറ്റിയും ചോദിക്കും. അവിടുന്നു കാട്ടിലൊറ്റയ്ക്കാനെന്ന ചിന്ത മൂലം ദേവിയുടെ കണ്ണിൽ നിന്ന് ബാഷ്പമൊഴുകും. അങ്ങനെ അവർ ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടയിൽ ചാഞ്ചാടിക്കളിച്ചു. ഹനുമാൻ അവരുടെ ബന്ധം അവരിൽ നിന്നും മറച്ചുവെക്കുവാൻ ഹനുമാന് കഴിഞ്ഞില്ല. അദ്ദേഹം രാമന്റെ വംശകഥയും അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളും രാമനെ കണ്ടുമുട്ടുന്നതുവരെയുള്ള തന്റെ ചരിത്രവും വിവരിച്ചു. കഥ ശ്രദ്ധിച്ചപ്പോൾ ദേവിരാമൻ മുൻപിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന അതേ ആനന്ദം അനുഭവിച്ചു. അയോധ്യയിലും വനസങ്കേതങ്ങളിലും തന്റെ സമീപം നിൽക്കുന്ന രാമനെ സ്മരിക്കാൻ അവർക്ക് കഴിഞ്ഞു. തന്റെ പരിതസ്ഥിതി വിസ്മരിക്കത്തക്ക വിധം സീത വികാരഭരിതയായി. ഉടനെ സീത ബോധാവസ്ഥയിലെത്തി. താൻ എവിടെയാണെന്നറിഞ്ഞു. സീത പറഞ്ഞു, "അല്ലയോ വാനരാ, നീ ഇതെല്ലാം പറഞ്ഞതിൽ ഞാൻ സന്തുഷ്ടയായി. പക്ഷേ കേവലം ദുർബലനും ഹ്രസ്വകായനുമായ ഒരു മർക്കടൻ കനത്ത സുരക്ഷയിൽ കാത്തുസൂക്ഷിക്കപ്പെട്ട ഈ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതെങ്ങനെ? ഈ രാക്ഷസന്മാരിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം കണ്ടുപിടിച്ച് എന്റെ അടുത്തെത്താൻ നിനക്കെങ്ങനെ സാധിച്ചു?" ഹനുമാൻ മറുപടി പറഞ്ഞു, "അമ്മേ, എനിക്കെന്തു സാമർത്ഥ്യവും ശക്തിയുമാണുള്ളത്? ഞാൻ രാമന്റെ സേവകനാണ്. അവിടുത്തെ ദാസനാണ്. അവിടുത്തേക്കാവശ്യമുള്ളതും അവിടുന്ന് ഇഷ്ടപ്പെടുന്നതുമായ എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു. രാമനെ കൂടാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവുകയില്ല. ഞാൻ രാമന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രം. അവിടുന്ന് ചരട് വലിക്കുന്നതിനനുസരിച്ച് ഞാൻ കളിക്കുന്നു. എനിക്ക് സ്വന്തമായി ഇച്ഛയൊന്നുമില്ല." അനന്തരം ഹനുമാൻ രാമന്റെ പ്രഭാവത്തെപ്പറ്റി വിശദീകരിച്ചു. ഏറ്റവും ഹൃദയഹാരിയായ രീതിയിൽ തന്റെ ഭക്തിയെയും അർപ്പണത്തെയും പ്രസ്പഷ്ടമാക്കുകയും ചെയ്തു. ഹനുമാന്റെ വാക്കുകൾ കേൾക്കുന്നത് രോമാഞ്ചജനകമായിരുന്നു. മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ചില സംഭവങ്ങൾ സീതയെ അറിയിക്കുന്നതിനായി രാമൻ ഹനുമാനോട് പറഞ്ഞിരുന്നു. രാമൻ മുന്നറി പ്ലായി ഇങ്ങനെ പറഞ്ഞിരുന്നു: "സീത നിന്റെ വാക്ക് വിശ്വസിച്ചില്ലെന്ന് വന്നേക്കാം. നിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് അവൾ സംശയിച്ചെന്നും വരാം. ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഈ സംഭവങ്ങളെപ്പറ്റി അവളെ ഓർമ്മിപ്പിക്കാം." അതുകൊണ്ട് ഹനുമാൻ ആ പ്രത്യേക സംഭവങ്ങളെപ്പറ്റി വിവരിക്കാൻ തുടങ്ങി. "സീതാമാതാവേ, ദേവിയെ ഉപദ്രവിക്കാൻ ആ ദുഷ്ടകാകൻ ചെയ്ത ശ്രമങ്ങളും ദേവിയെ രക്ഷിക്കാനായി അവനെ വധിക്കാനുള്ള അവിടുത്തെ ശ്രമങ്ങളും ദേവിയോട് പറയണമെന്ന് സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്." ഇത് കേട്ടപ്പോൾ സീതയ്ക്ക് ദുഃഖം സഹിക്കാനായില്ല. ഉറക്കെ കരഞ്ഞുകൊണ്ട് ദേവി പറഞ്ഞു, "ഹനുമാൻ, എന്നോടത്രയും ദയ കാണിച്ചിരുന്ന രാമൻ ഇന്ന് ഈ യാതനയിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ വൈകുന്നതെന്തേ? രാമൻ കരുണാസാഗരമാണ്. പക്ഷേ എന്റെ വിധിയിൽ അവിടുന്ന് ഇത്ര കഠിനഹൃദയനായത് എന്തുകൊണ്ട്? അല്ല, ഞാനാണ് തെറ്റുകാരി. രാമൻ കരുണാർദ്രതയുടെ മൂർത്തീകരണമാണ്. ഈ അയാഥാർത്ഥമായ ഹൃദയകാഠിന്യവുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം രാമൻ അഭിനയിക്കേണ്ടതുണ്ട്. അത്രയുമുള്ളൂ. ഹനുമാൻ, നീ സാധാരണ വ്യക്തിയൊന്നുമല്ല. കാരണം സാധാരണ വ്യക്തികളോട് ഇത്ര അടുപ്പത്തോടുകൂടി രാമദേവൻ ബന്ധപ്പെടുകയുമില്ല. മാത്രമല്ല, തന്റെ മോതിരം കേവലന്മാരുടെ കയ്യിൽ കൊടുക്കുകയുമില്ല. അവിടുത്തെ ദൂതനായതിൽ നീ എത്ര ഭാഗ്യവാനാണ്. നിന്റെ ശരീരത്തിന്റെ ഉയരവും രൂപവും എന്നെയൊന്നു കാണിക്കൂ." ഹനുമാൻ നിലത്തിറങ്ങി കൂപ്പുകയോടെ ആരാധനാഭാവത്തിൽ സീതയുടെ മുമ്പിൽ നിന്നു. ഹനുമാൻ ഭീഷണമായ രൂപത്തിൽ വളർന്ന് വലുതാവുന്നത് കണ്ടപ്പോൾ അതെന്നും രാക്ഷസീമായ സൂത്രമാണെന്ന് സീത പകുതി സംശയിച്ചു. അവൾ കണ്ണടച്ച് തിരിഞ്ഞിരുന്നു. അവരുടെ ഭയവും അതിനാസ്പദമായ സംശയവും മനസ്സിലാക്കി ഹനുമാൻ പറഞ്ഞു, "മാതാവേ, ഞാൻ രാവണനോ അല്ലെങ്കിൽ അവന്റെ അനുയായികളിലൊരുവനായ രാക്ഷസനോ അല്ല. അപ്രതിമമായ തേജസ്സും പരിശുദ്ധിയുമുള്ള ശരീരത്തോടുകൂടിയ രാമന്റെ വിശ്വസ്തനായ സേവകനാണ് ഞാൻ. രാമൻ എന്റെ നിലനിൽപ്പിന്റെ ശ്വാസമാണ്. എന്നെ വിശ്വസിക്കൂ. ഞാൻ സത്യമാണ് പറയുന്നത്. രാമന്റെ യഥാർത്ഥ ദൂതനായ എന്നിൽ ദേവിക്ക് വിശ്വാസമുണ്ടാവുകയില്ലെന്ന് ഊഹിച്ചാണ് ദേവൻ തന്റെ മോതിരമുറി അങ്ങേക്ക് നൽകാനായി എന്റെ കയ്യിൽ തന്നത്. എന്നോടൊപ്പം സുഗ്രീവൻ, ജാംബവാൻ, അംഗദൻ എന്നിവരും അസാധാരണ വീരന്മാരായ മറ്റ് ആയിരക്കണക്കിൽ വാനരന്മാരുമുണ്ടായിരുന്നു. പക്ഷേ രാമകാര്യവും കൊണ്ട് സമുദ്രം ചാടിക്കടക്കാൻ കഴിഞ്ഞത് എനിക്കുമാത്രമാണ്. ബാക്കിയുള്ളവരെയെല്ലാം കടലിനക്കരയിലാണുള്ളത്. പരമദുഷ്ടനായ രാക്ഷസരാജാവ് ദേവിയെ ഇവിടെ കൊണ്ടുവന്ന കഥ ജഡായുവിൽ നിന്നും ശബരിയിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞു. ദേവി ഇവിടെയാണെന്ന വസ്തുത സമ്പാത്തിയിൽ നിന്നും 3 ദിവസം മുമ്പേ സ്ഥിരീകരിച്ചു. അപ്പോൾ ദേവി അങ്ങ് ഞങ്ങളുടെ കൺമുന്നിൽ നിന്നതുപോലെ ഞങ്ങൾ സന്തുഷ്ടരായി. ദേവിയെ കണ്ട ശുഭവാർത്തയുമായി ഞാൻ മടങ്ങിച്ചെല്ലുന്നതും കാത്ത് രാമലക്ഷ്മണന്മാർ അവിടെ കാത്തിരിക്കുകയാണ്. ദേവി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഉടൻ മടങ്ങിച്ചെന്ന് ദേവിയുടെ ക്ഷേമവാർത്ത അവരെ അറിയിക്കാം." സീത അഭ്യർത്ഥിച്ചു. "ഹനുമാൻ, നീ ഇവിടെ ഇനി മടങ്ങിവരുമോ? വരുമെങ്കിൽ എപ്പോൾ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ദയവായി ഒരു ദിവസകൂടി താമസിക്കൂ. രാമനെയും ലക്ഷ്മണനെയും പറ്റി എന്നോട് പറഞ്ഞ് എന്നെ സന്തുഷ്ടയാക്കൂ."
അപ്പോഴേക്കും രാക്ഷസിമാർ കൂട്ടമായി വന്ന് തങ്ങളെ ഏൽപ്പിച്ച പ്രത്യേക ജോലികൾ ചെയ്യാനായി ചുറ്റും കൂടിയപ്പോൾ ഹനുമാൻ സൂക്ഷ്മരൂപം സ്വീകരിച്ച് മരക്കൊമ്പിൽ ചാടിക്കയറിയിരുന്നു. ഹനുമാൻ തന്നോട് പറഞ്ഞ സംഗതികളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് സീത മരച്ചുവട്ടിലിരുന്നു. അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കെ ദേവി ഏറ്റവും സന്തോഷം അനുഭവിച്ചിരുന്നു. അവരുടെ തലയ്ക്കുമുകളിലായി മരക്കൊമ്പിലിരിക്കുന്ന ഹനുമാനിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നോട്ടമയച്ചു. അന്ന് ദേവിക്ക് ദാഹമോ വിശപ്പോ ഉണ്ടായില്ല. കാവൽക്കാരികൾ കൊണ്ടുവന്ന ഫലങ്ങളും പാനീയങ്ങളും അവർ തൊട്ടതേയില്ല. അവരുടെ ദയനീയസ്ഥിതി ഹനുമാന്റെ കരുണാപൂർണമായ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. കഷ്ടപ്പാടിന്റെ തനിരൂപമാണ് അവരെന്ന് അദ്ദേഹത്തിനു തോന്നി. കാവൽക്കാരികൾ ഉപയോഗിച്ചിരുന്ന കഠിനവും നിശിതവുമായ വാക്കുകൾ ഹനുമാൻ കേട്ടിരുന്നു. അദ്ദേഹം രോഷം കൊണ്ട് പല്ലു ഞെരിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടെന്ന കൽപ്പന ഹനുമാൻ നൽകാൻ സീതയ്ക്കു മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. കുറേ സമയത്തിനുശേഷം വിഭീഷണപത്നിയായ സരമയും പുത്രി ത്രിജടയും മരത്തിനടുത്തു വന്നു. സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ സീതയുടെ ആരോഗ്യത്തെപ്പറ്റി അന്വേഷിച്ചു. തന്നോട് പ്രത്യേക പ്രതിപത്തിയുള്ളവരായിരുന്നതുകൊണ്ട് സീത ത്രിജടയുടെ സ്വപ്നം സത്യമായി വന്നെന്നും അതിൽ കണ്ടപ്രകാരം ഒരു മർക്കടൻ ലങ്കയിൽ പ്രവേശിച്ചിരുന്നെന്നും അവരോട് പറഞ്ഞു. അവിടെ സംഭവിച്ചതിന്റെ വിവരണം കേട്ടപ്പോൾ സരമയും ത്രിജടയും അങ്ങേയറ്റം ഉത്സാഹത്തള്ളലും ചിത്തോന്മേഷവുമുള്ളവരായിത്തീർന്നു. എല്ലാ വസ്തുതകളും അറിയാനുള്ള കൗതുകത്താൽ അവർ സീതയെ ചോദ്യങ്ങൾ കൊണ്ട് അലട്ടി. സീത വൃക്ഷക്കൊമ്പിലിരിക്കുന്ന കവിയെയും അദ്ദേഹം കൊണ്ടുവന്ന മോതിരവും കാണിച്ചുകൊടുത്തു. ആദരപൂർവമായ ആരാധനയാൽ അവരിരുവരും മോതിരം കണ്ണിമേൽ അമർത്തി. സീതയെ ഏകാകിനിയായി കാണാനുള്ള സൗകര്യത്തിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹനുമാൻ. അദ്ദേഹത്തിന് അത് ക്ഷണം ലഭിച്ചു. ഹനുമാൻ നിലത്തേക്ക് ചാടി സീതയുടെ സമീപം ചെന്ന് ഇങ്ങനെ മന്ത്രിച്ചു. അമ്മേ, ഉത്കണ്ഠയും ദുഃഖവും വേണ്ട. എന്റെ ചുമലിലിരിക്കൂ. ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ അങ്ങയെ രാമലക്ഷ്മണന്മാരുടെ സന്നിധിയിലെത്തിക്കാം. ഈ പദ്ധതി സ്വീകരിക്കാനായി ഹനുമാൻ പലവഴിക്കും വാദിച്ചു നോക്കി. സീത പറഞ്ഞു, ഹനുമാൻ, നീ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. ഞാൻ വിരഹവേദനയിൽ മുഴുകി വിഷമിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്ന കടലിലെ തോണി പോലെ നിന്റെ മധുരോക്തികൾ എനിക്ക് ആശ്വാസം തരുന്നു. ഞാനെന്റെ ആത്മാനുഭവമല്ലാതെ മറ്റാരെയും സ്പർശിക്കുകയില്ലെന്ന് നീ അറിയുകയില്ലേ? എനിക്കങ്ങനെ നിന്റെ പുറത്തിരിക്കാൻ കഴിയും? ചിന്തിക്കൂ. അനാര്യമായ ഒരു നടപടി അഭിപ്രായപ്പെട്ടതിന് ഹനുമാന്റെ അഭിമാനത്തെയും സങ്കുചിത മനസ്കതയെയും മുറിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുകയും ചെയ്ത ഒരു നിശിതമായ തിരിച്ചടിയായിരുന്നു സീതയുടെ വാക്കുകൾ. എന്നാൽ ഹനുമാൻ അതിൽ നിന്നും വേഗം വിമുക്തനായി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ അവിടുത്തെ പുത്രനല്ലയോ? മകൻ അമ്മയെ പുറത്തു കയറ്റിക്കൊണ്ടു പോകുന്നതിലെന്താണ് തെറ്റ്? അതിൽ നിന്നും എന്ത് ദുഷ്ഫലമുണ്ടാവും? പല വാദമുഖങ്ങളും വസ്തുതകളും ഉന്നയിച്ചുകൊണ്ട് തന്റെ ആശയം വ്യക്തമാക്കി. സീത പറഞ്ഞു, ഹനുമാൻ, എനിക്കും നിനക്കും മാതാവെന്നും പുത്രനെന്നുമുള്ള വികാരങ്ങൾ യഥാർത്ഥമാണ്. പക്ഷേ അതിനെപ്പറ്റി ലോകം എന്തു ചിന്തിക്കുമെന്നാലോചിച്ചു നോക്കൂ. ആ ഭാവവും കൂടി നമുക്കു ചിന്താവിഷയമാവേണമെന്നുണ്ടോ? അന്യരുടെ ജീവിതങ്ങളെ മാതൃകയെന്ന നിലയിൽ നാം ജീവിക്കണം. നമ്മുടെ പ്രവൃത്തികളെക്കൊണ്ടു നാം നമ്മളിൽ പരിഹാസവും നിന്ദയും കുറ്റാരോപണവും വരുത്തിവെക്കരുത്. ഒരാളും നമ്മുടെ നേരെ അവജ്ഞയുടെ വിരൽ ചൂണ്ടരുത്. സർവപ്രവൃത്തിയുടെ ഫലമായി നമുക്കു ആത്മസംതൃപ്തി വേണം. ആ സംതൃപ്തി ലഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അത്തരം പ്രവൃത്തികൾക്ക് മുതിരുകയില്ല. എന്റെ ജീവൻ പോകുന്നുവെങ്കിൽ തന്നെ അന്യരുടെ സഹായം എനിക്കാവശ്യമില്ല. ഞാൻ അതപേക്ഷിക്കുകയുമില്ല. ഇതിനു പുറമെ എന്റെ രാമൻ എന്നെ ദണ്ഡിപ്പിക്കുന്ന ഈ ദുഷ്ടരാക്ഷസനെ നശിപ്പിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആൾ രാമൻ മാത്രമാണ്. മറ്റാർക്കും തന്നെ അതിന് സാധ്യമല്ല. രാമൻ കൈപിടിച്ച് തിരികെ കൊണ്ടുപോകണം. അത് അവിടുന്നു യഥാർത്ഥ വീരനാണെന്നുള്ളതിന്റെ ലക്ഷണമാണ്. അകൃത്രിമമായ പരാക്രമത്തിന്റെ അടയാളമാണ്. രാവണനെ നോക്കൂ. അയാൾ വ്യാജവേഷത്തിൽ കള്ളനെപ്പോലെ വന്ന് എന്റെ സ്വാമിയിൽ നിന്നും എന്നെ അപഹരിച്ചുകൊണ്ടുപോന്നു. പക്ഷെ രാമൻ ധർമ്മമൂർത്തിയാണ്. ശരിയായ പെരുമാറ്റച്ചട്ടങ്ങൾ അവിടുന്ന് അനുസരിക്കുന്നു. രാമൻ പറഞ്ഞ വാക്കിനെ ആദരിക്കുന്നു. അങ്ങനെയുള്ള രാമൻ ഒരു കവിയെ അയച്ച് രാവണനറിയാതെ സീതയെ തിരിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത അവിടുത്തെ അപമാനിക്കലായിരിക്കും. നീ അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ നിന്ന് കടന്നുകളയുന്നതു തീർച്ചയായും രാജ്യദ്രോഹമായിരിക്കും. നീചതന്ത്രങ്ങളെ നാം അവലംബിക്കരുത്. നമ്മുടെ ശ്വാസം പോലെ രാമന്റെ സൽപ്പേരും നാം കാത്തുസൂക്ഷിക്കണം. അവിടുത്തെ യശസ്സാണ് നാം ഹൃദയത്തിൽ ആരാധിക്കുന്ന ദേവത. ചിത്തം, വാക്ക്, പ്രവൃത്തി ഇവയെക്കൊണ്ട് ക്ഷയിപ്പിക്കാതെ നമുക്കിതിനെ നിലനിർത്തേണ്ടതുണ്ട്. ഈ കാരണത്താലാണ് എനിക്ക് നിന്റെ പദ്ധതി തൃപ്തികരമല്ലാത്തത്. സീതയുടെ കളങ്കരഹിതമായ സദ്ഗുണങ്ങളും ആത്മനാഥന്റെ നേരെയുള്ള സ്ഥിരപ്രതിഷ്ഠിതമായ ആരാധനയും ഭക്തിയും അവർ അവലംബിക്കുന്ന ആദർശങ്ങളുടെ ഔന്നത്യവും ഹനുമാൻ ശ്ലാഘിച്ചു. അദ്ദേഹം അവരെ മനസ്സിൽ സ്തുതിച്ചു. സീതയുടെ വാക്കുകളിൽ നിന്നും പ്രചോദനം കൊള്ളുന്നതിനുവേണ്ടി അവ ഓർമ്മിച്ചു. ഹനുമാൻ പറഞ്ഞു,
അമ്മേ, എനിക്കു മാപ്പു തന്നാലും. അങ്ങനുഭവിക്കുന്ന യാതനകൾ സ്വന്തം കൺകൊണ്ടു കണ്ടുകൊണ്ടും രാമൻ വിരഹവേദന അനുഭവിക്കുന്നത് കണ്ടതിനാലും രാമന്റെ പാതാരവിന്ദങ്ങളിലേക്ക് അങ്ങനെ കഴിയുന്നത്ര വേഗം എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ ആശയം വെളിപ്പെടുത്തിയത്. എനിക്ക് മാപ്പു തരൂ. ആഞ്ജനേയൻ അത്യധികമായ പശ്ചാത്താപത്താൽ പലവട്ടം സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അത് കേട്ട് സീത രാമലക്ഷ്മണന്മാരുടെ സ്ഥിതിയെപ്പറ്റിയും അവർ വനത്തിൽ കഴിയുന്നതിനെപ്പറ്റിയും പലവട്ടം ചോദിച്ചു. എന്തിനാണ് പുരുഷന്മാരെപ്പറ്റി അസ്വസ്ഥപ്പെടുന്നത്? അവർക്ക് ഏതു ഭാരവും ഏതു കഠിനാധ്വാനവും സഹിക്കാൻ കഴിയും. അവർക്കു സ്ത്രീകളിൽ നിന്നുള്ള വിരഹവും മനക്കരുത്തോടുകൂടി സഹിക്കാനാവൂ. സ്ത്രീകളാണ് ഏറ്റവുമധികം കഷ്ടമനുഭവിക്കുന്നത്. കാരണം സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നും വിട്ടുതാമസിക്കുക എന്നത് സ്ത്രീകൾക്ക് ഭീകരമാണ്. ഹനുമാൻ പറഞ്ഞു, മാതാവേ, രാമലക്ഷ്മണന്മാർ സുഖമായിരിക്കുന്നു. പക്ഷേ അവരെ സാധാരണ മനുഷ്യരോട് ഉപമിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഓരോ നിമിഷവും രാമൻ ദേവിയെപ്പറ്റിയും ദേവിയിൽ നിന്നുള്ള വിരഹത്തെപ്പറ്റിയും ചിന്തിക്കുകയാണ്. അദ്ദേഹം വിശപ്പ്, ദാഹം എന്നിവയെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രേമപൂർവം ലക്ഷ്മണൻ നിർബന്ധിച്ചാലല്ലാതെ രാമൻ ആഹാരവിഹാരങ്ങൾ സ്വീകരിക്കാറില്ല. കഴിച്ചാൽ തന്നെ കുറച്ചു ഫലങ്ങളും വളരെ ലഘുവായ നിലയിൽ പാനീയവും പരപ്രേരണയില്ലാതെ സ്വന്തമായി ഒരിറ്റുവെള്ളം രാമൻ കുടിച്ച ഒരൊറ്റ സന്ദർഭവും ഞാൻ ഓർക്കുന്നില്ല. അവർ അങ്ങനെ മറന്നിരിക്കുന്നുവെന്നോ അങ്ങനെ അവഗണിക്കുന്നുവെന്നോ ഉള്ള ധാരണ ഒരിക്കലും ഉണ്ടാകരുത്. കൺപോളകൾ കൃഷ്ണമണിയെ കാക്കുന്നതുപോലെ ലക്ഷ്മണൻ രാമനെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദിവസം കഴിക്കുകയാണ്. അദ്ദേഹം രാമന്റെ ശാസനത്തിന്റെ ശാസമാനാണ്. അങ്ങയുടെ വിരഹത്തിലുള്ള വേദനയും ജ്യേഷ്ഠന്റെ കഠിനദുഃഖം കണ്ടിട്ടുള്ള വേദനയും അദ്ദേഹത്തെ അധീനപ്പെടുത്തിയിരിക്കുകയാണ്. രാമനെപ്പറ്റിയുള്ള താൽപ്പര്യമല്ലാതെ മറ്റു യാതൊരു വികാരവും ഏശാത്ത ഒരു പാറയായിത്തീർന്നിരിക്കുന്നു ലക്ഷ്മണൻ. ഒരിക്കലും കുറഞ്ഞുപോകാത്തതും നിറഞ്ഞു നിൽക്കുന്നതുമായ ധീരതയുടെയും പരിരക്ഷണത്തിന്റെയും ഉറവിടമാണദ്ദേഹം. ഈ 10 മാസവും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല. ഹനുമാൻ ആ 2 സഹോദരന്മാരുടെയും ദയനീയസ്ഥിതി വിവരിക്കുമ്പോൾ രാമൻ തന്നോടുള്ള പ്രേമത്തിന്റെയും പ്രതിപത്തിയുടെയും നേരെ താൻ അത്ഭുതപ്പെടുകയാണോ എന്ന നിലയിൽ ദേവി അഭിനന്ദിച്ചു. വീണ്ടും വീണ്ടും അവർ പറഞ്ഞു, അതെ, നീയും പുരുഷന്മാരിലൊരാളാണ്. ഈ ചിത്രത്തിലുള്ള മലയാളം ഭാഗം താഴെ വായിക്കാം. രുടെ കഷ്ടപ്പാടുകളെപ്പറ്റി മാത്രമേ വിഷമങ്ങളെപ്പറ്റി നിങ്ങൾക്കെന്തറിയാം? സ്ത്രീകളുടെ ഇങ്ങനെ അളക്കാൻ കഴിയുമോ? ഹനുമാൻ പറഞ്ഞതു മുഴുവൻ വിശ്വസിച്ചില്ലെന്ന് സീത അഭിനയിച്ചു. സീത ഹനുമാനെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെയും ശക്തിയെയും വിലയിരുത്തി. രാമനും ഹനുമാനും കണ്ടുമുട്ടിയതും സ്നേഹത്തിലും ഭക്തിയിലും ബന്ധപ്പെടാനിടയായതുമായ കഥ അവർ അനുസ്മരിച്ചു. അതിൽ അവർക്ക് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു. ഒടുവിൽ ഹനുമാനിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലും ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കുകയും ചെയ്തു. വീണ്ടും വീണ്ടും ഹനുമാൻ അഭ്യർത്ഥിച്ചു, മാതാവേ, എന്തിനീ വേർപാടിന്റെ ദുഃഖം? എന്തിനീ ദിവസങ്ങളും മാസങ്ങളും കഠിനദുഃഖത്തിലും വേദനയിലും ചെലവഴിക്കുന്നു? ദയവുചെയ്തെന്റെ ചുമലിൽ കയറൂ. ഞാനൊരു നിമിഷം കൊണ്ട് ദേവിയെ രാമസന്നിധിയിലെത്തിക്കാം. ധാർമ്മികമായും ആധ്യാത്മികമായും നിയമപരമായും ലൗകികമായുമുള്ള വാദങ്ങളൊന്നും വിലവയ്ക്കാതെ സ്വന്തം വാദമുഖം നേടാനുള്ള ഹനുമാന്റെ ഉൾക്കണ്ണം സീത മനസ്സിലാക്കി. ഇക്കാര്യത്തെ സംബന്ധിച്ച സംഭാഷണം തുടർന്നുകൊണ്ടുപോകുന്നത് നിർത്താൻ സീത തീരുമാനിച്ചു. സീത ചോദിച്ചു, ഹനുമാൻ, രാമകൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ആളാണോ നീ? അതെ, രാമന്റെ കൽപ്പനകൾക്കെതിരാവുകയോ അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഞാനെന്റെ ജീവൻ ഉപേക്ഷിക്കുകയാണ് നല്ലത്. തന്റെ പ്രഖ്യാപനത്തിന് ദാർഢ്യം വരുത്താൻ ഹനുമാൻ മുഷ്ടികൊണ്ട് നെഞ്ചിലിടിച്ചു. ശരിയെങ്കിൽ ചിന്തിക്കൂ. എന്നെപ്പറ്റി അന്വേഷിച്ച് എന്നെ കണ്ടുപിടിച്ച് ഈ വിവരമെല്ലാം എത്തിക്കാനോ രാമൻ നിന്നോടാവശ്യപ്പെട്ടത്, അതോ എന്നെ കണ്ടുകിട്ടിയാൽ കൂട്ടിക്കൊണ്ടു ചെല്ലാനോ? ഈ ചോദ്യം ഹനുമാനെ മൂകനാക്കി. അദ്ദേഹത്തിന് തന്റെ അഭ്യർത്ഥന തുടരാൻ കഴിഞ്ഞില്ല. അമ്മേ, എനിക്ക് മാപ്പു തരൂ. എന്റെ അഭിപ്രായത്തിന്റെ അനന്തരഫലങ്ങളെ സംബന്ധിച്ച് ഞാൻ അഗാധമായി ചിന്തിച്ചില്ല. ഞാൻ വീണ്ടും മാപ്പിനപേക്ഷിക്കുന്നു. അതിനുശേഷം ആ വിഷയത്തെപ്പറ്റി ആഞ്ജനേയൻ പിന്നെ സംസാരിച്ചില്ല. 4 ലങ്കാദഹനം. ലങ്കയിൽ ഇനിയും സമയം ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന് ഹനുമാൻ മനസ്സിലാക്കി. സീതയെ കണ്ടെത്തിയ ഈ ശുഭവാർത്ത എത്രയും വേഗം രാമനെ അറിയിക്കുന്നുവോ അത്രയും അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം നല്ലതാണ്. ഹനുമാൻ ലങ്ക വിടുന്നതിനായുള്ള അനുമതിക്കായി സീതയോട് അപേക്ഷിച്ചു. സീത പറഞ്ഞു, പോകൂ, സുരക്ഷിതനായി വേഗം പോകൂ. കഴിയുന്ന വേഗം എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ രാമദേവനോട് പറയൂ. അവർ പ്രതീക്ഷയുടെയും സങ്കടത്തിന്റെയും കണ്ണുനീർ പൊഴിച്ചു. ആ രംഗം ഹനുമാന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവന്റെ ധീരഹൃദയം ദുഃഖം കൊണ്ടു മറഞ്ഞു. ഹനുമാൻ ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ടു പറഞ്ഞു, അമ്മേ, വളരെ വേഗം രാമൻ വാനരസൈന്യത്തോടുകൂടി വന്ന് ലങ്കയെ ആക്രമിക്കും.
രാക്ഷസ സൈന്യങ്ങളെല്ലാം നശിപ്പിച്ച് അമ്മയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ സീതയ്ക്ക് ആശ്വാസമായില്ല. അവൾക്ക് സംശയങ്ങളുണ്ടായി. ഹനുമാൻ നീയെന്നാണു പറയുന്നത്? അസാധാരണങ്ങളായ അനേകം തന്ത്രങ്ങളും സൂത്രങ്ങളും സ്വാധീനത്തിലുള്ളവരും സ്വതവേ കൂടുതൽ ദേഹബലമുള്ളവരുമായ ഈ രാക്ഷസന്മാരോടെതിരിടാൻ വാനരക്കൂട്ടങ്ങൾക്ക് കഴിയുമോ? സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർക്ക് ഈ രാക്ഷസന്മാരെ എതിർത്ത് എങ്ങനെ വിജയം കൈവരിക്കാനാകുമോ? രാക്ഷസന്മാരുടെ മേലുള്ള വിജയം സ്വപ്നസമാനമായി എനിക്ക് തോന്നുന്നു. ഇത് എന്റെ മരണത്തിലേ കലാശിക്കുകയുള്ളൂ. പടക്കളത്തിൽ നിങ്ങളെപ്പോലെ അനേകം പേരുടെ മരണത്തിന് കാരണമാകുന്നതിനേക്കാൾ നന്ന് ഞാൻ സ്വയം മൃത്യുവരിച്ച് നിങ്ങളുടെയെല്ലാം ജീവൻ രക്ഷിക്കുന്നതാണ്. സീത ഇപ്രകാരം വിലപിക്കുമ്പോൾ ഹനുമാൻ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മാതാവേ, കരയരുതേ. വാനരന്മാരായ ഞങ്ങൾ രാമന്റെ അടിമകളാണ്. രാമൻ ഞങ്ങളുടെ ശക്തിയും ധൈര്യവുമാണെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. രാമനാമം ഞങ്ങളുടെ ശ്വാസം പോലെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ആഗ്രഹമില്ല, രാമസേവ മാത്രം. അതുകൊണ്ട് രാക്ഷസനും പൈശാചികതയിൽ 1000 മടങ്ങ് വർദ്ധിച്ചവരായാലും ഞങ്ങൾക്കവരെ നശിപ്പിക്കാൻ കഴിയും. ഞങ്ങളെ സാധാരണ രൂപങ്ങളിൽ കാണുന്നതുകൊണ്ടാണ് ദേവി ഞങ്ങളുടെ ശക്തിയെയും വൈദഗ്ധ്യങ്ങളെയും സംശയിക്കുന്നത്. എനിക്ക് യുദ്ധത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന രൂപം ഞാൻ കാണിക്കട്ടെ. ഹനുമാൻ ആകാശത്തോളം വളർന്നുയർന്ന് സീതയുടെ മുമ്പിൽ നിന്നു, മിന്നിത്തിളങ്ങുന്ന കനകത്തിന്റെ ഒരു പർവ്വതശീഖരം പോലെ. ഇതുകണ്ട് സീത അത്ഭുതപ്പെട്ടു. ദേവി പറഞ്ഞു, ഹനുമാൻ, നിർത്തു. മതി, ചെറുതാകൂ. രാക്ഷസന്മാരുടെ ദൃഷ്ടി നിന്നിലെത്താൻ പാടില്ല. നിനക്ക് പെട്ടെന്നൊന്നും രാമസമീപം മടങ്ങാൻ കഴിയില്ല. ദേവി മുന്നറിയിപ്പ് നൽകി അഭ്യർത്ഥിച്ചു, പൂർവ്വരൂപം കൈക്കൊള്ളുവാൻ. താൻ സ്വീകരിച്ചിരുന്ന ഭയാനകരൂപം ഹനുമാൻ ഉപേക്ഷിച്ചു. ഉത്തമരക്ഷകനായി ശാന്തനായ ഒരു കൊച്ചുമർക്കടനായി മാറി. ഹനുമാൻ സീതയുടെ കാൽക്കൽ നമസ്കരിച്ച് തിരിഞ്ഞു നടന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലടികൾ മുന്നോട്ട് നീങ്ങിയില്ല. കാരണം സീതയുടെ കഷ്ടസ്ഥിതിയും കഠിനമായ ഹൃദയവേദന സ്ഫുരിക്കുന്ന മുഖവും അത്രയും അഗാധമായി ഹനുമാന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. സീതാദേവിയുടെ സമീപത്തുനിന്നും മടങ്ങുമ്പോഴൊരു ഫലവൃക്ഷത്തോട്ടം മാരുതിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഉടൻ അതിൽ കയറി കുറെ ഫലങ്ങൾ പറിച്ചു തിന്നു. താൻ പറിച്ചവയിൽ മുക്കാത്തവ ദൂരെ വലിച്ചെറിഞ്ഞു. ഇതുകണ്ട് ഒരു കാവൽക്കാരൻ രാക്ഷസൻ ഹനുമാനെ പിടിക്കാൻ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹനുമാൻ കൊടുത്ത ഒരടിയേറ്റവൻ നിലംപതിച്ചു. അയാൾ എഴുന്നേറ്റ് കാവൽക്കാരുടെ തലവന്റെ അടുത്തേക്ക് ഓട്ടി. അയാൾ തലവനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥന്റെ സമീപം ചെന്നു. ആ ഉദ്യോഗസ്ഥൻ തന്റെ മേലധികാരിയെ വിവരമറിയിച്ചു. അങ്ങനെ ഒരു കുരങ്ങൻ കയറി തോട്ടം നശിപ്പിക്കുന്ന വാർത്ത ചക്രവർത്തി രാവണന്റെ ചെവിയിലുമെത്തി. അത് ഒരു ദുശ്ശകുനമായി രാവണന് തോന്നി. ഒരു കുരങ്ങൻ വികൃതിയും അവമതിയും കാണിച്ചെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ ധിക്കാരിയായ ജന്തുവിനെ ആക്രമിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ രാവണൻ 200 രാക്ഷസന്മാരെ അയച്ചു. പക്ഷെ അവർക്കതിനും കഴിഞ്ഞില്ല. ഹനുമാൻ ആക്രമണവും പ്രതീക്ഷിച്ച് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിലേക്ക് രാവണൻ യുദ്ധപരിശീലനം സിദ്ധിച്ചവരും കനത്ത ആയുധങ്ങൾ ധരിച്ചവരുമായ 1000കണക്കിന് രാക്ഷസയോദ്ധാക്കളെ നിയോഗിച്ചു. അതിശക്തമായ ആ സൈന്യത്തിനും ആ വാനരനെ പിടിക്കാനോ അവിടെ നിന്നും നീക്കം ചെയ്യാനോ സാധിച്ചില്ല. താനിരുന്ന വൃക്ഷത്തിൽ നിന്നും ഒടിച്ചെടുത്ത ഒരു കൊമ്പുകൊണ്ട്, ആ ചെറിയ ആയുധം കൊണ്ട് രാമനാമവും ജപിച്ച് ശത്രുക്കളിൽ നിന്ന് തന്റെ നേരെ അയക്കപ്പെട്ട ഓരോ അസ്ത്രത്തെയും മാരുതി തടഞ്ഞു. ഇത് കണ്ടപ്പോൾ രാക്ഷസർ അത്ഭുതപ്പെട്ടു. ഇവനൊരു ദൈവദൂതനോ അല്ലെങ്കിൽ ലങ്കയുടെ നാശം സൂചിപ്പിക്കാനുള്ള മുന്നോടിയോ? പരാജിതരായ വീരന്മാർ ആപത്തിന്റെ മുന്നറിയിപ്പുമായി താവളത്തിലേക്ക് മടങ്ങി. തങ്ങളുടെ സ്വാമിയായ രാവണനെ ഈ പരാജയം അറിയിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരുവിധം ധൈര്യം സംഭരിച്ച് അവർ പറഞ്ഞു, പ്രഭോ, ആ വാനരനെ ബന്ധിക്കാനായി അസംഖ്യം രാക്ഷസന്മാരടങ്ങുന്ന സൈന്യത്തെ ഞങ്ങൾ നിയോഗിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ആ വാനരനൊന്ന് ഗർജിച്ചപ്പോഴേക്കും നമ്മുടെ ഭടന്മാർ 100 കണക്കിന് വെറും ഭയം കൊണ്ട് വിറച്ചു മരിച്ചു. ഞങ്ങളുടെ കാൽക്കീഴിൽ ഭൂമി കുലുങ്ങി. ആ അലർച്ച നഗരത്തിലെ ഓരോ മന്ദിരത്തിൽ നിന്നും മാറ്റൊലികൊണ്ടു. ഇത് ഒരു വലിയ ദൗർഭാഗ്യത്തിന്റെ മുന്നറിയിപ്പാണെന്ന് അങ്ങേ ബോധിപ്പിക്കാനായി ഞങ്ങൾ എത്തിയത്. അവർ രാവണനോട് വെളിപ്പെടുത്തി എല്ലാം വ്യക്തമായി അറിയിച്ചു. ഈ വാനരനെ സ്വൈരസഞ്ചാരത്തിനനുവദിച്ചാൽ അവൻ രാജ്യം നശിപ്പിക്കും, തീർച്ചയാണ്. ഇത് കേട്ടപ്പോൾ രാവണൻ തന്റെ പ്രിയപുത്രൻ അക്ഷയകുമാരനെ 1000കണക്കിന് രാക്ഷസവീരന്മാരടങ്ങുന്ന ഒരു സൈന്യത്തിന്റെ നായകനായി നിശ്ചയിച്ചു. അക്ഷയകുമാരന്റെ യാത്രയായി. പക്ഷേ ആ രാക്ഷസ സൈന്യത്തെയും അക്ഷയകുമാരനെയും നിമിഷത്തിനുള്ളിൽ ഹനുമാൻ കാലപുരിക്കയച്ചു. തന്റെ പുത്രന്റെ നഷ്ടത്തിൽ രാവണൻ വിലപിച്ചു. രാജകുമാരന്റെ മരണവും അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സൈന്യത്തിന്റെ നാശവും സംഭവിച്ച വാർത്ത കേട്ടപ്പോൾ നാടു മുഴുവൻ വിറച്ചുപോയി.
ഇതൊരു സാധാരണ മർക്കടനൊന്നുമല്ലെന്നും ഇതേതോ ദിവ്യമായ പ്രതിഭാസമെന്നോ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുവന്ന പാപത്തിന് പകരം വീട്ടാനെത്തിയ ഒരു ഭീകര പ്രതികർത്താവാണെന്നും ജനങ്ങൾ ഭയത്തോടുകൂടി പരസ്പരം മന്ത്രിച്ചു. അനേകം പേർ ആ കബിയിൽ നിന്നും ലങ്കയെ മോചിപ്പിക്കണമെന്ന് ഹൃദയംഗമമായി സീതയോട് പ്രാർത്ഥിച്ചു. കാരണം അവരുടെ പ്രതികാരമാണ് ആ അസാധാരണ മൃഗമായി ഉടലെടുത്തതെന്ന് അവർ കരുതി. രാവണൻ മേഘനാഥനെ വിളിക്കാനയച്ചു. മേഘനാഥനെ പുതിയ ആക്രമിയെ നശിപ്പിക്കാനായി ചുമതലപ്പെടുത്തി. ആയിരക്കണക്കിന് ഭടന്മാരടങ്ങിയ വലിയ സൈന്യത്തെ അദ്ദേഹത്തിന്റെ ഉപയോഗത്തിനുവേണ്ടി വിട്ടുകൊടുത്തു. മേഘനാഥൻ തന്റെ രഥത്തിൽ വലിയ ആർഭാടത്തോടെ ആ ഗംഭീര സൈന്യത്തെ നയിച്ചു. ആ പടനീക്കം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശക്തിയും സക്രോധമായ അടിവെപ്പിന്റെ രീതിയും കണ്ട് ആകാശവും ഭൂമിയും അമ്പരന്നു. അവരുടെ പോർവിളി ആകാശത്തെ ഭേദിച്ചു. ആ പടനീക്കത്തിന്റെ ആഡംബരസമൃദ്ധമായ പ്രകടനവും ശംഖളാതമായ വേഷങ്ങളും കണ്ടുനിന്നവർ ആശ്ചര്യസ്തബ്ധരായി. ഹനുമാൻ അലക്ഷ്യഭാവത്തിൽ അവരുടെ സേനാനീക്കങ്ങൾ നോക്കിക്കാണുകയും കാഹളം വിളികൾ കേൾക്കുകയും ചെയ്തു. അദ്ദേഹം അക്ഷോഭ്യനായി പടർന്നു പന്തലിച്ച് ഒരു വൃക്ഷത്തിന്റെ ചെറുശാഖയിന്മേലിരുന്നു. അവർ അടുത്തുവരുന്നതുവരെ അവരുടെ കോമാളിത്തരങ്ങൾ ആസ്വദിച്ചു. ഭടന്മാർ നാലുഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ നേരെ ശരങ്ങൾ പ്രയോഗിച്ചു. ചെകിടപൊട്ടിപ്പോകുന്ന വിധമുള്ള ഒരലർച്ചയോടുകൂടി ഹനുമാൻ താഴേക്ക് ചാടി ഒരു കൂറ്റൻ മരം പിഴുതെടുത്ത് വീശി തന്റെ നേർക്കുവരുന്ന ശരങ്ങളെ തടഞ്ഞു. അത്യത്ഭുതകരമായ രീതിയിലും അതിവേഗത്തിലുമുള്ള ഈ തടുത്തുനിർത്തലിന്റെ വേഗത്തിൽ അസ്ത്രങ്ങളെല്ലാം തിരിഞ്ഞുപറന്നു പ്രയോഗകരെത്തന്നെ നശിപ്പിച്ചു. അപ്രകാരം അസംഖ്യം സൈനികർ കൊല്ലപ്പെട്ടു. കുറച്ചുപേർ മാത്രമേ യുദ്ധം ചെയ്യാൻ അവശേഷിച്ചുള്ളൂ. മേഘനാഥൻ ഹനുമാന്റെ ഒരടിയേറ്റ് വീണു. രക്തം ഛർദ്ദിച്ചുകൊണ്ട് നിലത്തുരുണ്ടു. ഒടുവിൽ തന്റെ വശമുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മേഘനാഥൻ തീരുമാനിച്ചു. ത്രിമൂർത്തികളിൽ ആദ്യനായ ബ്രഹ്മാവ് മർക്കട